ആദ്യം നമുക്ക് താബി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സൗദി അറേബ്യ സെലക്ട് ചെയ്തു. ഏകദേശം GCC രാജ്യങ്ങളിൽ ഈ താബി സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ സൈനപ്പ് കൊടുക്കുകയാണ്. കൊടുത്തു. നമ്മുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്താൽ നമുക്ക് 4 ഡിജിറ്റ് OTP വരും. അതും കൊടുത്തിട്ട് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്താൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അവിടെ ഇമെയിൽ ID ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പിന്ന് ഇടാൻ വരും. അപ്പോൾ നമുക്കൊരു 4 അക്ക പിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു പിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. 2 വട്ടം ടൈപ്പ് ചെയ്യണം. അതിനുശേഷം ഫേസ് ID ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആപ്പിൾ ഫോണിലായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഫേസ് ID കൊടുത്തിട്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനാണ് വരുന്നത്. വെരിഫൈ യുവർ നാഷണൽ ID എന്ന് കൊടുത്താൽ നമുക്ക് നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ ഇക്കാമ നമ്പറും ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അത് രണ്ടും ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് കൺഫേം കൊടുത്താൽ അടുത്തൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാഷണൽ ID വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നഫാത്ത് ആപ്ലിക്കേഷനിൽ 46 സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫേസ് ID ചോദിക്കും. അപ്പോൾ നഫാത്തിൻ്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനൊരു അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ 46 നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നഫാത്തിൻ്റെ പിൻ നമ്പറും കൂടി അടിച്ചാൽ അത് വെരിഫൈ ആകും. അതിനുശേഷം നമ്മൾ താബി ആപ്ലിക്കേഷനിലേക്ക് തന്നെ പോവുക. അപ്പോൾ നാഷണൽ ID വെരിഫൈഡ് എന്ന് കാണിക്കും. അടുത്ത സ്റ്റെപ്പ് നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മുടെ സാലറിയാണ് ചോദിക്കുന്നത്. എത്രയാണ് നിങ്ങളുടെ സാലറി എന്നും ജസ്റ്റ് ടൈപ്പ് ചെയ്തെടുക്കുക. നിങ്ങളുടെ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. മന്ത്ലി എക്സ്പെൻസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് സേവ് അടിച്ചാൽ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആവും. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്രൈവർ സെലക്ട് ചെയ്തു. ജസ്റ്റ് സേവ് അടിച്ചു. അപ്പോൾ അതും ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഇവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക് വാങ്ങാം. അല്ലെങ്കിൽ നൂണ് പോലത്തെ തബി സപ്പോർട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് വാങ്ങാം. ഞാനിപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആപ്പിൾ പേ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആപ്പിൾ പേ നമുക്ക് കാർഡ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആപ്പിൾ പേ ടൈപ്പ് ചെയ്തിട്ട് സൈഡ് ബട്ടൺ നോക്കി കൊടുത്താൽ ₹1 നമ്മുടെ ATM കാർഡിൽ നിന്ന് ക്രെഡിറ്റ് ആവും. പക്ഷേങ്കിൽ അത് അവർ റിട്ടേൺ അപ്പോൾ തന്നെ അടിക്കും. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നോക്കണം, ഓട്ടോമാറ്റിക് പൈസ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഒന്നുണ്ട്. അത് നമുക്ക് നോ കൊടുക്കാം. ഏകദേശം 3000 റിയാൽ വരെയുള്ള സാധനങ്ങൾ നമുക്ക് തബി വഴി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ അതിന് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.